അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അൽഹംദുലില്ലാ ഞങ്ങളുള്ളത് കോഴിക്കോട് ജില്ലയിൽ കുരുവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ TC മുഹമ്മദ് മാഷിനെ കാണാൻ വേണ്ടി വന്നതാണ്. CM വലിയുള്ളാഹിയുമായി വലിയ ബന്ധം സ്ഥാപിക്കാൻ ഭാഗ്യം കിട്ടിയൊരു കുടുംബമാണിത്. ഇവരെ ഉപ്പ CM വലിയുള്ളാഹിയായിട്ട് വല്ലാതെ ബന്ധപ്പെട്ടിട്ടുണ്ട്. CM വലിയുള്ള പലതവണ ഈ വീട്ടിൽ പഴയ തറവാടായിരിക്കുന്ന സമയത്ത് ഷെയ്ഖുന വരികയും താമസിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഉപ്പ കാണിച്ചു കൊടുത്ത ആ വഴി ഇന്നും മക്കളും മഹാന്മാരുമായിട്ടും മശായിഖന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഹാന്മാരുടെയും മശായിഖന്മാരുടെയും മദതും പൊരുത്തവും അള്ളാഹു തരട്ടെ. ഏതായാലും മാഷിൻ്റെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ അനുഭവിച്ച പച്ചയായ അനുഭവങ്ങൾ കാഫിലയോടൊപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ഓരെ നമുക്ക് കാഫിലയിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വർത്താനം, റാത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറേ ആയി നിങ്ങളെ കാണണം ആഗ്രഹിക്കുന്നു. ഞാൻ നമ്മുടെ കുട്ടിയുടെ അടുത്ത് പറയലുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ. അവിടെ വരുമ്പോൾ വിളിക്കും നിങ്ങളപ്പം എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം മറ്റു കാര്യങ്ങളായിട്ടൊക്കെ പൊതുപ്രവർത്തനമായിട്ട് പോകും. ഏതായാലും ഇപ്പം നേരെ രാവിലെ തന്നെ നമ്മൾ വിളിക്കേണ്ട, നമുക്ക് നേരെ അങ്ങ് ചെല്ലാന്ന് പറഞ്ഞ് അങ്ങനെ എത്തിയത് ഇവിടെ. ഏതായാലും നിങ്ങൾ CM വലിയുള്ളാഹിയെ ബഹുമാനപ്പെട്ടവരെ മഹാനവറുകളെ ഉപ്പ മുഖേനയാണ് ബന്ധപ്പെട്ടത് അല്ലേ? ഉപ്പാടെ ബന്ധം എങ്ങനെയായിരുന്നു? അതേപോലെ തന്നെ നിങ്ങൾ കണ്ടതും നിങ്ങൾ കണ്ട അനുഭവങ്ങളും മഹാനവറുകളുടെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. 1971 അതായത് ഞാൻ കുരുവട്ടൂർ UP സ്കൂളിൽ 5ാം തരം പഠിക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ എൻ്റെ ഉപ്പയായിരുന്നു കുറ്റിപ്പുറം പുല്ലാളൂർ മസ്ജിദിൻ്റെ പള്ളിയുടെ പ്രസിഡൻറ്റ്, സ്ഥാപക പ്രസിഡൻറ്റ് എന്നെ തന്നെ പറയാം. ആ സമയത്താണ് CM വലിയുള്ളാഹി ആദ്യമായിട്ട് വരുന്നത് ഇവിടെ ഈ കുറ്റിപ്പുറത്തൊരു ദർസ് തുടങ്ങാൻ വേണ്ടി. അങ്ങനെ ദർസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിന്തിച്ച സമയത്ത് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിനൊക്കെ തുടങ്ങിത്തരണമെന്ന് പറഞ്ഞതും അദ്ദേഹം നിർദ്ദേശിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപ്പയും അതുപോലത്തെ അന്നത്തെ കമ്മിറ്റി അംഗങ്ങളുമാണ് CM വലിയുള്ളാഹിയെ കൊണ്ടുവന്നത്. ആ സമയത്തൊക്കെ നല്ല രീതിയിലുള്ള ദീനീ പ്രബോധനങ്ങളായിരുന്നു CM വലിയുള്ളാഹി നടത്തിയിരുന്നത്. അവിടെ മദ്രസ പുരോഗമനത്തിന് വേണ്ടിയും ദർസ് പുരോഗമനത്തിന് വേണ്ടിയൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ആ കാലത്ത് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ കാണുന്നത്, ഒരു ദിവസം ഉപ്പയുടെ കൂടെ ഒരു 4-5 പേരും നമ്മളവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളും കൂടി ഇവിടെ വരുന്നു. എനിക്ക് എന്താണെന്ന് ആ സമയത്ത് പോലും അറിയില്ല. അങ്ങനെ ആ സമയത്താണ് പിന്നെ ഇവിടെ ഉമ്മയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളാരും കല്യാണം കഴിക്കാത്ത ഒരു സമയം, ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന സമയം. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കുറച്ച് കാലം നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മയൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു റൂം ശരിയാക്കി കൊടുത്ത് എല്ലായിരുന്നു താമസം. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്നോ അദ്ദേഹത്തിന് എന്താണെന്ന് പോലും ആ ചെറുപ്പകാലത്ത് എനിക്കറിയില്ല. പിന്നീട് ഉസ്താദന്മാരൊക്കെ തന്നെ വരികയും, അതായത് ഞങ്ങളെ ദർസ് തുടങ്ങിയിരുന്ന CP മുഹമ്മദ് മുസ്ലിയാർ മണ്ണാർക്കാട്, അദ്ദേഹമായിരുന്നു ഇവിടുത്തെ ഒരു ഹാദിമായിട്ടായും അതുപോലെ ഒരു വീടിലെ ഒരു അംഗം എന്ന നിലക്കും CP ഉസ്താദ് ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. മണ്ണാർക്കാടാണ്. എൻ്റെ മകളെ വിവാഹത്തിനൊക്കെ ഖുതുബ ഓതിയതൊക്കെ അദ്ദേഹമാണ്. ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഫോണിൽ. അപ്പോൾ അദ്ദേഹം ഇവിടെ വരികയും അതുപോലെ ഇത് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയും ദർസൊക്കെ ആരംഭിക്കുകയും ഞങ്ങൾ ആ ദർസിൽ പങ്കാളികളാവുകയും ചെയ്തു. അങ്ങനെയായിരുന്നു ആ കാലത്ത്. അപ്പോൾ ഈ ഞങ്ങളെ ചെറിയ 2 തട്ടുള്ള ഓടിട്ട വീടായിരുന്നു. ഇങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കരി തേച്ച കോല അതുപോലെ അങ്ങനെയുള്ളതായിരുന്നു, സിമെൻ്റൊന്നും ഇടാത്ത വീടുകൾ. ആ സമയത്ത് CM വലിയുള്ള ഇടക്ക് വരും. എന്നിട്ട് അകത്തുനിന്ന് സ്വന്തം കരിയിട്ട നിലത്ത് നിന്ന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അങ്ങനെ അതിങ്ങനെ കരിയിലായപ്പോൾ ഉപ്പ ഈ ടവലെടുത്ത് തലയിക്കിട്ടെടുത്ത് തുടച്ചു കൊടുക്കുകയായിരുന്നു. പിന്നെ അത് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ മുറ്റത്തു കൂടിയായി സുജൂദുകളൊക്കെ തന്നെ. പിന്നെ ഈ പറമ്പിലൊക്കെ തന്നെ സുജൂദ് ചെയ്തു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ വീടിൻ്റെ പറമ്പിൽ ഈ വീടിൻ്റെ പറമ്പിലൊക്കെ സുജൂദ് ചെയ്തു. കുരുവട്ടൂർ ഭാഗത്തൊക്കെ പലയിടത്തും സുജൂദ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവിടുന്നാണ് ആ സുജൂദ് തുടങ്ങിയെന്ന് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. പിന്നീട് അത് റോഡിലേക്ക് കടന്നു. പിന്നെ നമ്മളെ പള്ളിയിൽ അങ്ങനെ പ്രധാനപ്പെട്ട പയമ്പറ സ്ഥലത്ത് താഴെക്കോടിൻ്റെ മുകളിൽ അവിടെയൊക്കെ ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോവുകയും അവിടെയൊക്കെ സുജൂദ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം. ഈ നാട്ടിൽ പലർക്കും സാക്ഷികളാണ്. അബ്ദുള്ളക്കായി അടക്കം
നമ്മൾ അഷ്റഫ് മോൻ്റെ ഉപ്പ അടക്കം അതിന് സാക്ഷികളാണ്. അതെ അതെ. അബ്ദുള്ളക്കായി ഞങ്ങളൊക്കെ തന്നെ ദർസിൽ CP ഉസ്താദിൻ്റെ ദർസ് പഠിച്ചാരാ. ഒരു കാരണവരെന്ന നിലക്കായി അബ്ദുള്ളക്കായി, അതായത് അഷ്റഫിൻ്റെ ഉപ്പ ഞങ്ങളെ ഒരു ലീഡറായിന്. അതായത് CP ഉസ്താദ് ദർസിൽ നേരം വൈകിയാൽ ആ വാതിലടച്ചാളും. അപ്പോൾ അബ്ദുള്ളക്കായി ഒരു വാഴക്കൊല കച്ചവടക്കാരനെ. അദ്ദേഹത്തിൻ്റെ ബെൽറ്റിൽ എപ്പോഴും ഒരു കട്ടാർക്കത്തി ഉണ്ടാവും. വാതിലടച്ചാൽ മെല്ലെ ഈ അരമയെടുത്ത് പുറത്ത് നീക്കിയിട്ട് ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങോട്ട് കിടക്കും. എന്നാൽ ഉസ്താദിനോട് ചീത്ത കേൾക്കില്ല, അബ്ദുള്ളക്കായിൻ്റെ കൂടെയല്ലേ വന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉസ്താദന്മാർക്കൊക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയാണ്. അങ്ങനെയൊക്കെ പിന്നെ ഞാൻ അന്ന് ചെറുപ്പത്തിലായതുകൊണ്ട് എനിക്ക് കിടത്തത്തിനൊക്കെ ഒരു പ്രത്യേക നിബന്ധന ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കിടക്കുന്ന ഉപ്പൻ്റെ കൂടെയാണ് അധികം കിടക്കുക. ആ സമയത്താണ് വലുതായി അവിടെ ആ കട്ടിൽ കിടക്കുന്നത്. അങ്ങനെ ഒരു ദിവസവും ഷെയ്ഖുന കിടക്കുന്നത് അവിടെ. അപ്പോൾ എനിക്ക് ഇതെല്ലാം തോന്നിയപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കരച്ചിലുണ്ടാക്കി. ആ ഉണ്ടായ സമയത്ത് അദ്ദേഹം അരികത്ത് വരികയും മോൻ അവിടെ കിടക്കണ്ട, മോൻ എൻ്റെ കൂടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് CM വലുതായി എൻ്റെ കൈ പിടിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കിടത്തി. അങ്ങനെ ആ കൂടെ കിടക്കുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ രാത്രി സമയത്ത് പാതിര ഞാൻ അറിയില്ല. അങ്ങനെ ഇപ്പോൾ ചില സമയത്ത് CP ഉസ്താദും ഇവിടെ ഉണ്ടാവും. അദ്ദേഹത്തിനെയും കൂട്ടിയിട്ട് പിന്നെ പറമ്പിൽ പള്ളിയിൽ പോകും രാത്രി പാതിരാ സമയത്ത്, അസമയത്ത്. അപ്പം നേരം വഴുക്കുമ്പോഴേക്ക് പിന്നെ തിരിച്ച് വരികയും ചെയ്യും. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അന്നപ്പോഴേക്ക് സന്ദർശകരൊക്കെ കുറച്ചൊക്കെ വരും. പിന്നെ അവർക്കുള്ള ഉപദേശങ്ങൾ നടക്കും. അങ്ങനെയൊക്കെ ആയിരുന്ന ഒരു കാലഘട്ടം. അന്ന് ഷെയ്ഖുനയുടെ രൂപം എങ്ങനെയാണ്? അന്ന് നല്ല നമ്മളെ ഉസ്താദിനെ പോലെ തന്നെ അത് ഇങ്ങനെയുള്ള ഫുള്ളായിട്ടുള്ള ഷർട്ടിലേക്ക് കുടുക്കുള്ള ഫുൾ കൈയുള്ള താടി ഒരു ചെറിയ താടിയായിരുന്നു. ചെറിയ സൗന്ദര്യം നല്ല സൗന്ദര്യമായിരുന്നു. നല്ല തടിയൊന്നുമില്ല, ഒരു മെലിഞ്ഞ ശരീരമായിരുന്നു. പിന്നീട് കോഴിക്കോടൊക്കെ പോയ സമയത്ത് ആണ് തടിയൊക്കെ വന്നത്. ആ സമയത്ത് നല്ലൊരു മനുഷ്യൻ, പ്രസംഗമൊക്കെ തന്നെ നല്ല സൗമ്യമായിട്ടുള്ള സംസാരം. പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഓ കേട്ടിട്ടുണ്ട്. മദ്രസയ്ക്ക് വേണ്ടി വയത് പറഞ്ഞിട്ടുണ്ട് മച്ചക്കുളത്ത്, പള്ളീൻ്റെ അടുത്ത് തന്നെ. അങ്ങനെയൊക്കെയുള്ള ഒരു കാലം. എന്നിട്ട് നമ്മൾ പറഞ്ഞു തന്ന വിഷയത്തിലേക്ക് പോവാം. ഓ പറയും. അതായത് എന്താ കൂടെ കിടന്ന് രാത്രി മക്കാമിലേക്ക് പോയി. മക്കാമിലല്ല, പറമ്പിൽ പള്ളി പോകും. തിരിച്ചെത്തും.